പി രാജീവിനെതിരെ പരനാറി അജിംസിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് നുണ കണ്ടം വഴി ഓടിയത്. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. മീഡിയ ഓൺ ചാനലിലെ സീനിയർ ന്യൂസ് എഡിറ്റർ എസ് എ അജിംസിന് ചേരുന്ന വിശേഷണം അതുതന്നെയാണ്. പിണറായി വിജയൻ NK പ്രേമചന്ദ്രന് ചാർത്തിയ അതേ വിശേഷണം പരനാറി. ഇവിടെ അത് വംശീയ പേപിടിച്ച പരനാറി എന്ന് പരിഷ്കരിക്കണം. പറയാൻ കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച വ്യവസായ മന്ത്രി പി രാജീവിനെതിരെ അജിംസ് ഒരു നുണ പടച്ച് പൊതുദർശനത്തിന് വെച്ചു. പി രാജീവിന് പളനിയിൽ ഫാം ഹൗസ് ഉണ്ടെന്നായിരുന്നു അജിംസ് തട്ടിവിട്ടത്. മന്ത്രിയുടെ പ്രതികരണം വന്നതോടെ വീഡിയോ പിൻവലിച്ച് മീഡിയ ഓൺ കണ്ടം വഴി ഓടി. ആ പിൻവലിച്ച വീഡിയോ കൂടി ഉൾപ്പെടുത്തി ഞങ്ങളുടെ ഈ എപ്പിസോഡ് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കമന്റിൽ കൊടുക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്കെതിരെ കോപ്പിറൈറ്റ് ലംഘനത്തിന് കേസ് കൊടുക്കാൻ മീഡിയ വണ്ണിലെ കൊട്ടേഷൻ സംഘത്തെ വെല്ലുവിളിക്കുന്നു. നമുക്ക് കോടതിയിൽ കാണാം. മീഡിയ വണ്ണിന്റെ ഇതുപോലുള്ള എല്ലാ നുണകളും നിങ്ങളുടെ വിഷ്വൽ സഹിതം തന്നെ ഞങ്ങൾ പൊളിച്ചെടുക്കും. അത് ടെലിഗ്രാം വഴി പ്രചരിപ്പിക്കുകയും ചെയ്യും. ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. മന്ത്രിയായ ഉടനെ പി രാജീവ് പളനിയിലെ തന്റെ സ്വന്തം ഫാം ഹൗസിലിരുന്ന് ഒരു വനിതാ മാസികയ്ക്ക് അഭിമുഖം കൊടുത്തു എന്നാണ് അജിംസ് തട്ടിവിട്ടത്. പക്ഷെ പി രാജീവിന്റെ പേര് പറയാനുള്ള തന്റെ ഇടം അജിംസിനില്ല. കൊച്ചി നഗരം, എറണാകുളത്തെ മുതിർന്ന നേതാവ്, രാജ്യസഭാംഗം, ഇപ്പോൾ മന്ത്രി, അങ്ങനെയൊക്കെയുള്ള സൂചനകൾ സഹിതമാണ് അദ്ദേഹം ആരോപണം പടച്ചിരിക്കുന്നത്. ഈ അഭിമുഖം പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയെന്ന് അജിംസ് പറയുന്നില്ല. ആ മാസികയ്ക്ക് ഒരു പേരുണ്ടാകുമല്ലോ. അതിന്റെ ഏത് ലക്കത്തിലാണ് അഭിമുഖം വന്നത് എന്ന് ഇയാൾ പറയേണ്ടതല്ലേ. ഇത്തരം വാർത്താ അവലോകന പരിപാടികളിൽ തങ്ങളുടെ വാദം സ്ഥാപിക്കുന്ന വിഷ്വലുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ അതില്ല. ഫാക്ട്സ് ആർ സാക്രഡ് ബട്ട് കമന്റ്സ് ആർ ഫ്രീ എന്ന CP സ്കോട്ടിന്റെ പ്രസിദ്ധമായ കൊട്ടേഷൻ കൊള്ളാവുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും ആപ്തവാക്യമാണ്. വസ്തുത വിശുദ്ധമാണ്, അഭിപ്രായം സ്വതന്ത്രവും. അങ്ങനെയാണ് സ്കോട്ട് ആഹ്വാനം ചെയ്തത്. വസ്തുതയിൽ കള്ളം ചേർക്കാൻ പാടില്ല. അത് പ്രേക്ഷകരിൽ നിന്ന് മറയ്ക്കുകയും അരുത്. പളനിയിലെ സ്വന്തം ഫാം ഹൗസിലിരുന്ന് പി രാജീവ് കുടുംബസമേതം ഒരു വനിതാ മാസികയ്ക്ക് ഇന്റർവ്യൂ നടത്തിയെന്ന് ആധികാരികമായി പറയുമ്പോൾ അതിനാധാരമായ വസ്തുത പ്രേക്ഷകരുടെ മുമ്പിലെത്തിക്കാനുള്ള ഉത്തരവാദിത്വം ആ മാധ്യമത്തിനുണ്ട്. ഇനി പി രാജീവിന്റെ മറുപടി നോക്കുക. ഇതുവരെ പളനിയിൽ പോയിട്ടില്ല, ഇനിയൊന്ന് പോകണം. മീഡിയ വണ്ണിൽ ഔട്ട് ഓഫ് ഫോക്കസ് അവതരിപ്പിക്കുന്നവരെയും കൂടെ കൂട്ടണം. പളനിയിലെ ഫാം ഹൗസിൽ വെച്ച് വനിതാ പ്രസിദ്ധീകരണത്തിൽ നൽകിയതായി പറയുന്ന അവർ മാത്രം കണ്ട അഭിമുഖത്തിന്റെ കോപ്പി ചോദിച്ചു വാങ്ങണം. ഇതുവരെ ഞാൻ കാണാത്ത പളനിയിൽ, ആരും കാണാത്ത അഭിമുഖത്തിൽ മീഡിയ വണ്ണിലെ ചിലർ മാത്രം കണ്ട ഫാം ഹൗസ് അദ്ദേഹം കാണിച്ചു തരുമ്പോൾ അത് മീഡിയ വണ്ണിന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. ഇത് പരിഹാസമല്ല. മീഡിയ വൺ എന്ന ഉഡായിപ്പ് പ്രസ്ഥാനത്തെ ജേർണലിസം എന്ന പേരിൽ അവർ പടച്ചുവിടുന്ന ഏഴാം കൂലി നുണകളെ, അത് പറഞ്ഞ നാവിനെ തുണിയഴിച്ച് തൊലിയുരിച്ച് മുളക് പുരട്ടി നിർത്തിയിരിക്കുകയാണ് പി രാജീവ്. മലയാളം ന്യൂസ് ചാനലുകളുടെ ചരിത്രത്തിൽ ഈ വിധം നഗ്നമാക്കപ്പെട്ട ഒരു സ്ഥാപനവും ഉണ്ടാവുകയില്ല. എന്തായിരുന്നു ഇങ്ങനെ ഒരു പെരുങ്കള്ളം പ്രചരിപ്പിക്കുമ്പോൾ മീഡിയ വണ്ണിന്റെ ലക്ഷ്യം? അതിനൊരു പശ്ചാത്തലമുണ്ട്. KT ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾ പ്രതിരോധിക്കാനാകാതെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ് കളസം കീറി നിൽക്കുകയാണ്. ധോത്തി ചലഞ്ച് നടത്തി മുസ്ലിം ലീഗുകാരെ പറ്റിച്ച് കോടികൾ ഫിറോസ് വിദേശത്തേക്ക് കടത്തിയെന്നാണ് പ്രധാന ആരോപണം. ആ പണമാണ് പ്രതിമാസം 5 ലക്ഷം രൂപ ശമ്പളമായി ഫിറോസ് നാട്ടിലെത്തിക്കുന്നത് എന്ന ജലീലിന്റെ ആരോപണത്തിന് മറുപടിയായി പിച്ചും പേയും പറയുകയാണ് PK ഫിറോസ്. കളസം കീറി നിൽക്കുന്ന ഫിറോസിന്റെ നാണം മറയ്ക്കാനാണ് പി രാജീവിനെതിരെ മീഡിയ വൺ ഇങ്ങനെ ഒരു പച്ചക്കള്ളം തട്ടിവിട്ടത്. പക്ഷെ അപ്പോഴും പ്രസക്തമായ വേറൊരു ചോദ്യമുണ്ട്. ഈ പച്ചക്കള്ളം എന്തിന് പി രാജീവിന്റെ പേരിൽ തന്നെ മെനഞ്ഞു? അതിന് ഉത്തരം തേടുമ്പോൾ അജിംസ് പറയുന്ന ഒരു വാചകം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് ഒട്ടുമിക്ക നേതാക്കളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഒരു വാചകം ആ വീഡിയോയിലുണ്ട്. രാഷ്ട്രീയത്തിലെ ഒട്ടുമിക്ക നേതാക്കളും ഇങ്ങനെയാണ് എന്ന സാമാന്യവൽക്കരണമാണ് മീഡിയ വൺ ചാനലിന്റെ ലക്ഷ്യം. അത് വ്യക്തമാണ്. പക്ഷേ അത് മാത്രമല്ല ലക്ഷ്യം. CPM-ലെ ഹിന്ദു നാമധാരികളായ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് ഹിന്ദുത്വ ചാപ്പയടിച്ച ചാനലാണിത്. ഇപ്പോൾ PK ഫിറോസിനെ പോലുള്ള ലീഗ് നേതാക്കൾ ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ CPM-ലെ ഹിന്ദു നാമധാരികളായ നേതാക്കന്മാർക്ക് അവിഹിത സമ്പാദ്യമുണ്ടെന്ന പെരുങ്കള്ളം സമൂഹത്തിൽ അവതരിപ്പിക്കണം. അതാണ് മീഡിയ വണ്ണിന്റെ ലക്ഷ്യം. അപ്പോൾ PK ഫിറോസിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പൊടുന്നനെ ഒരു വർഗീയ നിറം കലരും. CPM-ലെ ഹിന്ദു നാമധാരികളായ നേതാക്കളും മന്ത്രിമാരും ഒക്കെ ചെയ്യുന്നതേ PK ഫിറോസും ചെയ്യുന്നുള്ളൂ. എന്നാൽ PK ഫിറോസിനെതിരെ മാത്രമേ ആരോപണങ്ങൾ ഉയരുന്നുള്ളൂ. മുസ്ലിം ആയതുകൊണ്ടാണ് ഫിറോസ് അനുപാതരഹിതമായി ആക്രമിക്കപ്പെടുന്നത്. ധോത്തി ചലഞ്ചിന്റെയും പ്രതിമാസം 5.5 ലക്ഷം ശമ്പളത്തിന്റെയും പേരിൽ PK ഫിറോസ് വിചാരണ ചെയ്യപ്പെടുന്നത് ഇസ്ലാമോഫോബിയയുടെ ലക്ഷണമാണ്. ഈ സിദ്ധാന്തം സ്ഥാപിക്കാനാണ്
അജിംസ് പി രാജീവിനെതിരെ മേൽപ്പറഞ്ഞ പെരുങ്കള്ളം മെനഞ്ഞത്. ജനം ടിവിയേക്കാൾ അപകടകാരികളാണ് ഈ സംഘം എന്ന് മനസ്സിലാക്കാൻ ഇതിലും നല്ല ഉദാഹരണം വേറെയില്ല. കുറച്ചുനാൾ മുമ്പ് മീഡിയ വണ്ണിന്റെ ജേർണലിസം എത്തിക്സിനെ കുറിച്ച് നമ്മുടെ ദാവൂദ് സാഹിബ് വാചാലനായത് ആരും മറന്നിട്ടില്ല. എഴുതി തയ്യാറാക്കിയ ഒരു ന്യൂസ് പോളിസിയുടെ അടിസ്ഥാനത്തിലാണത്രേ മീഡിയ വൺ പ്രവർത്തിക്കുന്നത്. ചാനൽ ഫോളോ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ജേർണലിസം പ്രാക്ടീസ് ആണത്രേ. അജിംസൊക്കെ പറയുന്ന ഈ പെരും നുണകൾ പ്രചരിപ്പിക്കാൻ എന്തിനാണ് ദാവൂദ് സാഹിബെ എഴുതി തയ്യാറാക്കിയ ന്യൂസ് പോളിസി ഡോക്യുമെന്റ്? ഈ അധമവൃത്തിയെ ആരാണ് സാഹിബെ സ്റ്റാൻഡേർഡ് ജേർണലിസം പ്രാക്ടീസായി അംഗീകരിച്ചത്? നുണ പ്രചരിപ്പിക്കുന്ന മീഡിയ വണ്ണിന്റെ ന്യൂസ് പോളിസി ഡോക്യുമെന്റ് വായിച്ചു മനസ്സിലാക്കി ഇടതുപക്ഷ ആശയക്കാരായ പലരും ആ കമ്പനിയിൽ ഷെയർ എടുത്തിട്ടുണ്ട് എന്ന് അന്ന് ദാവൂദ് സാഹിബ് വെളിപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ സമൂഹത്തിൽ വർഗീയ ലക്ഷ്യത്തോടെ പച്ച നുണ പ്രചരിപ്പിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇടതുപക്ഷ ആശയങ്ങൾ പിന്തുടരുന്ന ആരെങ്കിലും മുതൽ മുടക്കിയിട്ടുണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ ചെയ്ത ഒരു മഹാപാപമാണിത് എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ പെരും നുണ പ്രചരിപ്പിക്കുന്ന ഒരു ചാനലിൽ മുതൽ മുടക്കിയെങ്കിൽ പ്രായശ്ചിത്തമായി നിങ്ങളുടെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. ആ നുണകൾ തുറന്നു കാണിക്കുന്ന ന്യൂസ് ബുള്ളറ്റ് കേരള പോലുള്ള കൊച്ചു കൊച്ചു സംവിധാനങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ. ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കുക. മീഡിയ വണ്ണിൽ മുതൽ മുടക്കിയ പാപത്തിന് അതാണ് പ്രായശ്ചിത്തം, അത് മാത്രമാണ് പ്രായശ്ചിത്തം. ഏതായാലും പി രാജീവിനെതിരെയുള്ള വീഡിയോയും പിൻവലിച്ച് ഓടിയ കണ്ടം അജിംസും ദാവൂദ് സാഹിബും ഓർത്തു വെച്ചോളൂ. നിങ്ങളുടെ ഓരോ കള്ളവും ഇതുപോലെ ഞങ്ങൾ തുറന്നു കാണിക്കും. പ്രിയപ്പെട്ടവരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ഷെയർ ചെയ്യുക. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കമന്റിൽ കൊടുത്തിട്ടുണ്ട്. മീഡിയ വൺ വീഡിയോ സഹിതമുള്ള എപ്പിസോഡ് അവിടെ ഡൗൺലോഡ് ചെയ്യാം. ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഒരു വീഡിയോയ്ക്ക് 10 രൂപയെങ്കിലും നിങ്ങൾ നൽകണം. സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ഇപ്പോൾ തന്നെ ഒരു 10 രൂപയോ അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു സംഖ്യയോ അയയ്ക്കുക. ഗൂഗിൾ പേ വഴി അയക്കുന്നവർ ആപ്പ് ഓൺ ചെയ്യുക. പേ എനിവൺ എന്ന ഓപ്ഷൻ എടുക്കുക. അവിടെ BIJU 3388@federal എന്ന് ടൈപ്പ് ചെയ്യുക. ഇഷ്ടമുള്ള തുക അയക്കുക. മീഡിയ വണ്ണിനെ പോലെയുള്ള നുണവിസർജന ചാനലുകൾ പടച്ചുവിടുന്ന അപവാദ പ്രചരണങ്ങൾ യഥാസമയം തുറന്നു കാണിക്കുന്ന ഇത്തരം സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിച്ച് നിലനിർത്തണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.